ലെബനനിൽ ഇസ്രായേലിന്റെ അതിക്രൂരമായ ആക്രമണം തുടരുകയാണ്. ആശുപത്രിയിലടക്കം ആക്രമണം നടത്തുകയും 15ഓളം ആരോഗ്യ പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ലെബനന്റെ പല മേഖലകളിലും ഇസ്രായേൽ കടന്നു കയറുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തന്ത്രപ്രധാനമായ കുന്നുകളടക്കം ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു. ഒപ്പം അമേരിക്കയും കാര്യങ്ങൾ ഒട്ടും പുറകോട്ട് പോകുന്നില്ല. ഇറാന്റെ ക്രിപ്റ്റോ കറൻസി അടക്കം നിരോധിച്ചുകൊണ്ടാണ്, കോടികളുടെ ആസ്തിയുള്ള ക്രിപ്റ്റോ കറൻസി അടക്കം നിരോധിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ പുതിയ തന്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഒപ്പുവെക്കാൻ ട്രംപ് തയ്യാറാകുന്നില്ല എന്ന അസാധാരണമായ സാഹചര്യവും പശ്ചിമേഷ്യയിലുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകൾ നോക്കാം. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ. ലെബനന്റെ കൂടുതൽ ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു കയറി. 900 വർഷം പഴക്കമുള്ള ബ്യൂഫോർട്ട് കോട്ടയും തന്ത്രപ്രധാനമായ കുന്നും പിടിച്ചു. കൂടുതൽ ഉള്ളിലേക്ക് നടപടി വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ സേന. ആശുപത്രിക്ക് നേരെയും ആക്രമണം. ഇറാന്റെ 100 കോടിയുടെ ക്രിപ്റ്റോ ആസ്തികൾക്ക് അമേരിക്കൻ ഉപരോധം. സമ്പൂർണ്ണ നിരായുധീകരണം വേണമെന്നും അമേരിക്ക. നടക്കില്ലെന്ന് ഇറാൻ. വെടിനിർത്തൽ കരാറിൽ അനിശ്ചിതത്വം. ഒപ്പുവെക്കാതെ ട്രംപ്. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ ഹെലികോപ്റ്റർ ദുരന്തം. മലയാളിയായ നവവരനടക്കം 2 പേർ മരിച്ചു. വധുവിന് ഗുരുതര പരിക്ക്. അപകടം വിവാഹ സൽക്കാരം കഴിഞ്ഞ് വധൂവരന്മാർ മടങ്ങവേ ഹെലികോപ്റ്റർ മരച്ചില്ലയിൽ തട്ടി. മോശം കാലാവസ്ഥയും അപകട കാരണം. അഭിഷേക് ബാനർജിക്കെതിരായ ആക്രമണത്തിലെ പ്രതികൾക്ക് TMC ബന്ധമെന്ന റിപ്പോർട്ട്. സോനാപൂരിലെ TMC മുൻ MLA ലൗലി മൈത്രയുമായി അടുത്തു ബന്ധമുള്ളവരെന്ന് BJP. മമത വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാതെ 40 MLA മാർ. തൃണമൂലിൽ കടുത്ത ഭിന്നതയെന്ന സൂചന. യുദ്ധമുഖത്ത് പുതിയ തന്ത്രവുമായി യുക്രൈൻ. റഷ്യൻ പട്ടാളക്കാരെ നേരിടാൻ റോബോട്ടുകളെ ഇറക്കി. റിമോട്ട് കൺട്രോളുകളിലൂടെ നിയന്ത്രിച്ച് യുക്രൈൻ പട്ടാളം. ജനുവരി മുതൽ മാത്രം 22,000-ലധികം ദൗത്യങ്ങൾ പൂർത്തിയാക്കിയെന്ന് റിപ്പോർട്ട്. IPL വണ്ടർ ബോയിയായി വൈഭവ് സൂര്യവംശി. തിരുത്തിയത് 1 പിടി റെക്കോർഡുകൾ. 16 മത്സരങ്ങളിൽ നിന്ന് 776 റൺസ് നേടി ഓറഞ്ച് ക്യാപ്പ്. അടിച്ചെടുത്തത് 72 സിക്സറുകൾ. വേഗത്തിൽ 1000 റൺസ് നേടുന്ന താരവുമായി. ബംഗളൂരുവിൽ ആട്ടിറച്ചി എന്ന പേരിൽ പോത്തിറച്ചി വിതരണം ചെയ്തു. ഹോട്ടൽ അടപ്പിച്ച് പോലീസ്. ജീവനക്കാരായ 2 മലയാളികൾ അറസ്റ്റിൽ. സംശയം തോന്നി പരാതി നൽകിയത് ഭക്ഷണം കഴിക്കാനെത്തിയവർ. കളിച്ചും ചിരിച്ചും ഇനി സ്കൂളിലേക്ക്. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. സംസ്ഥാനതല പ്രവേശനോത്സവം അല്പസമയത്തിനകം. പട്ടം മോഡൽ ഗേൾസ് HSSൽ പ്രവേശനോത്സവങ്ങൾ എല്ലാ സ്കൂളുകളിലും. മാമ്പ കണ്ണൂർ സ്കൂളിന് ഇന്ന് താഴ് വീഴും. പൂട്ടുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മണ്ഡലത്തിലെ സ്കൂൾ. ഈ വർഷം പുതിയ കുട്ടികൾ എത്തിയില്ല. മലപ്പുറം പുലാമന്തോൾ ALP സ്കൂളിനും താഴ് വീഴും. മഴയും വരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ് ഒഴിച്ചുള്ള 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കനത്ത കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. IPL കിരീടം സ്വന്തമാക്കി വിരാട് കോഹ്ലിയും സംഘവും. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കോഹ്ലിയുടെ സിക്സറിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് തുടർച്ചയായ 2ാം കിരീടം. ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചത് 5 വിക്കറ്റുകൾക്ക്. മിൽമ പാലിനും തൈരിനും പാചകവാതക വാണിജ്യ സിലിണ്ടറിനും വില കൂട്ടി. പാൽ ലിറ്ററിന് 4 രൂപ കൂട്ടി. തൈര് കിലോയ്ക്ക് 10 രൂപ കൂട്ടി. പാക്കറ്റിലെ വില പഴയതാണെങ്കിലും പുതിയ വില നൽകണം. നെയ്ക്കും മറ്റുൽപ്പന്നങ്ങൾക്കും വില വർധനവ് പിന്നാലെ. വാണിജ്യ LPG സിലിണ്ടറിന് കൂട്ടിയത് 46 രൂപ. CMR എക്സാലോജി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ EDക്കും കരിമണൽ കമ്പനിക്കും ഇന്ന് നിർണായകം. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് CMRL. തലസ്ഥാനത്ത് CPM പ്രതിഷേധത്തിന് ഇടെ കാണിച്ചത് രാജ്യത്തോടുള്ള അതിക്രമമെന്ന് വിശേഷിപ്പിച്ച് ED. കടുത്ത നിലപാട് കോടതിയിൽ പറയും. അൻസിബയുടെ പരാതിയിൽ ഇന്ന് ലക്ഷ്മിപ്രിയ പോലീസിന് മുന്നിൽ ഹാജരാകണം. തൃക്കാക്കര ACPക്ക് അൻസിബ ഇന്നലെ കൊടുത്ത മൊഴിയിൽ ടിനി ടോമിന് കടന്നാക്രമണം. എല്ലാം ദൈവം തീരുമാനിക്കുമെന്ന് ടിനി ടോം. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനന്റെ കൂടുതൽ ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു കയറുകയാണ്.
തെക്കൻ ലെബനിലെ 900 വർഷം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ ബ്യൂഫോർട്ട് കോട്ടയും അത് സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ കുന്നും ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വാർത്തകളിൽ ഒന്ന്. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് ലെബനന്റെ ഇത്രയും ഉള്ളിലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി ലെബനിലെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഹിസ്ബുള്ളയാണ് ഉന്നമെന്നും ലെബനിലെ സർക്കാർ തങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് പറയുമ്പോഴും നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്നു. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് അവിടുത്തെ ഒരു ആശുപത്രി സമുച്ചയത്തിന് നേരെ പോലും ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടു. അവിടെ സംഭവിച്ചത് 15ഓളം ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ പരിക്ക് പറ്റിയെന്നാണ്. അത് മാത്രമല്ല, ഇസ്രായേൽ പറയുന്നത് ഇനിയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറും എന്ന് മറ്റുമാണ്. ലോകരാജ്യങ്ങളാകട്ടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എത്രയും വേഗം സുരക്ഷാ സമിതി വിളിച്ചു ചേർക്കണമെന്നാണ് പറയുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് തങ്ങളുടെ സൈനിക നടപടിയിലേക്കുള്ള നാടകീയമായ ഒരു വഴിത്തിരിവാണ് ഈ വിഷയമെങ്കിൽ എന്നുള്ളതാണ്. അതായത് ഇനിയും നടപടികൾ ലെബനെതിരെ ഉണ്ടാകും എന്നാണ്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണ് ഈ ബ്യൂഫോർട്ടിന് സമീപത്തെ നബാത്തിയ നഗരമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അവിടെ അടക്കമാണ് ഈ ആക്രമണവുമായി അവർ മുന്നോട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇത്. മനു ഭരത് വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഈ ഇറാനുമായുള്ള എഗ്രിമെന്റിന്റെ പ്രധാനപ്പെട്ട ഒന്ന് നമുക്കറിയാം, ലെബനെ ഇസ്രായേൽ ആക്രമിക്കില്ല എന്നുള്ളതായിരുന്നു. അതിൽ ഇറാൻ കടുംപിടുത്തം തുടരുന്നതുമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ ഈ തെക്കുള്ള നമ്മുടെ ഈ സഹറാനി നദിക്ക് തെക്കുള്ള ലെബനൻകാരോട് ഒഴിഞ്ഞു പോകാനും മറ്റും ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത്രത്തോളം കടുത്ത ആക്രമണം, അതിന്റെ പശ്ചാത്തലം എന്താണ്? നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അനുസരിച്ച് ലെബനനിൽ കനത്ത ആക്രമണം നടത്താനുള്ള നിർദ്ദേശം തന്നെ ആണ് ഇസ്രായേലി സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ദേർ സഹ്റാനിയിലും നബത്തേഹിലും ഒക്കെ ജില്ലകളിൽ ഒക്കെ കനത്ത ആക്രമണം ഉണ്ടായത്. 8 പേർ കൊല്ലപ്പെട്ടു, 19ഓളം ആളുകൾക്ക് പരിക്കേറ്റവരിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴും നെതന്യാഹു ഒരു കാര്യം വ്യക്തമാക്കുന്നു. ബെന്യാമിൻ നെതന്യാഹു പറയുന്നത് ഈ സംഘങ്ങളോട് തുടർന്ന് മുന്നോട്ട് നീങ്ങാനുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയത്. ഹെസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുക എന്നത് തന്നെയാണ് തങ്ങളുടെ നിലപാട് എന്ന് പറയുന്നു. ഈ ബ്യൂഫോർട്ട് കാസിൽ അവിടെ തന്നെ തുടരാൻ ചില സൈനിക വൃത്തങ്ങളോട് അല്ലെങ്കിൽ സൈനിക സംഘങ്ങളോട് ആവശ്യപ്പെട്ടതായി ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കുന്നു. അങ്ങനെ ഇത് ഒരു തന്ത്രപ്രധാന നീക്കം എന്ന തരത്തിലാണ് ഇസ്രായേൽ കാണുന്നത്. കാരണം രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് 900 വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ ബ്യൂഫോർട്ട് കാസിൽ. അത് ഒരു ലെബനനിലെ ഒരു ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ട്രാറ്റജിക് ബ്രിഡ്ജ് എന്ന നിലയിൽ അറിയപ്പെടുന്നതാണ്. മാത്രവുമല്ല, അവിടെ അത് പിടിച്ചടക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൈനികമായ ഒരു നേട്ടവുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മാർക്കോ റുബിയോ പ്രതിരോധ സെക്രട്ടറി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഒരു പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത അദ്ദേഹം ആരായുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലെബനനും ഇസ്രായേലിനും ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നപരിഹാരത്തിന് സാധ്യതയുണ്ടോ എന്ന് നോക്കുന്നു. ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഔണും അതുപോലെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി മാർക്കോ റുബിയോ ഇപ്പോൾ ചർച്ചകൾ നടത്തിയിരിക്കുന്നു. അദ്ദേഹം ഇരു നേതാക്കളുമായും സംവദിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ അമേരിക്ക ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹെസ്ബുള്ള അവരുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. ഹെസ്ബുള്ള ആയുധം താഴെ വയ്ച്ചാൽ അത് ഇസ്രായേലും അത്തരത്തിൽ ഈ ബ്യൂഫോർട്ട് കാസിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഇത് പറയാം, അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താം എന്ന് അമേരിക്ക പറയുന്നു. അപ്പോൾ ആദ്യം ഹെസ്ബുള്ളയുടെ ഭാഗത്തു നിന്നാണ് സമാധാന ശ്രമം ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്നു. ഏതായാലും ലെബനീസ് പ്രസിഡന്റ് ഈ പ്രപ്പോസലുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ഒരു നീക്കം നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. നൈബ് ബേരിയിൽ അവിടുത്തെ പാർലമെൻറ്റ് സ്പീക്കറാണ്. അവിടെ അദ്ദേഹത്തുമായൊക്കെ ചർച്ചകൾ നടത്തുന്നു. ഈ ഷൂട്ടിംഗ് ഫസ്റ്റ് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് ഇവർ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരുപക്ഷെ പ്രശ്നപരിഹാരത്തിലേക്കുള്ള വഴിതെളിയും. ഏതായാലും അമേരിക്ക അതിനൊക്കെയുള്ള ഒരു മുൻകൈ എടുക്കുന്നു എന്നത് ഒരു അല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഈ ആക്രമണം രൂക്ഷമായതോടുകൂടി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 2% മാറ്റം പലയിടങ്ങളിലും ഉണ്ടായി. US ക്രൂഡും 2.71% ഉയർന്നു. അത് ബാരലിന് 89 രൂപയായി. അതുപോലെ ബ്രെൻഡ് ഓയിലും ബാരലിന് 93.28 ഉയരുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എണ്ണവില ഉയരുന്നു.
ഈ വിഷയം പരിശോധിക്കുന്നതിനായി അടിയന്തരമായി പരിശോധിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരും. സെക്യൂരിറ്റി കൗൺസിൽ നേരത്തെ യോഗം ചേരാൻ തീരുമാനിച്ച ഈ റഷ്യൻ ഡ്രോൺ ആക്രമണം, ചില റൊമാനിയൻ അപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നടന്ന ഒരു ഡ്രോൺ ആക്രമണം ഒരു പ്രധാന ചർച്ചാ വിഷയമായി UN സെക്യൂരിറ്റി കൗൺസിൽ എടുത്തിരുന്നു. അത് ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി, അതായത് അവിടുത്തെ 7 മണിയോടുകൂടി ചർച്ച ചെയ്യാം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതിനുശേഷം അപ്പോൾ രാത്രിയോടുകൂടി ഈ അടിയന്തരമായ ഒരു UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ യോഗമുണ്ടാകും. ലെബനൻ വിഷയത്തിൽ എന്ത് നടപടി എന്ന കാര്യത്തിൽ ഒരു ചർച്ചയും അവിടെ നടക്കും. ഏതായാലും ബെന്യാമിൻ നെതന്യാഹു തൻ്റെ നിലപാട് കടുപ്പിക്കുന്നു. മറ്റൊരു പ്രധാന വിഷയം, ട്രംപും ഈ ഇറാനുമായുള്ള ഈ ചർച്ചകളിൽ അവരുടെ കരാറിലെ നിലപാടുകൾ കൂടുതൽ കടുപ്പിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് രഞ്ജിത്ത്. തീർച്ചയായും അതാണ് ഇപ്പോൾ ഈ ബ്ലൂ ഫോർട്ട് കാസിൽ എന്ന് പറഞ്ഞാൽ 12-ാം നൂറ്റാണ്ടിൽ കുരിശ് യുദ്ധ സേനാനികൾ നിർമ്മിച്ച ഒന്നാണ്. ബലാത്ത് അൽ ഷാക്കിഫ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് സൈന്യം 1190-ൽ ഈ കോട്ട പിടിച്ചെടുത്തു. പിന്നീട് കോട്ടയുടെ നിയന്ത്രണത്തിനായി അറബികളും ക്രൈസ്തവ പോരാളികളും തമ്മിൽ പലതവണ യുദ്ധം നടന്നു. 1982-ലെ യുദ്ധത്തിൽ ഇസ്രായേൽ ബ്ലൂ ഫോർട്ട് കാസിൽ പിടിച്ചു. 2000-ൽ ലെബനിൽ നിന്ന് പിൻവാങ്ങുന്നത് വരെ ഇസ്രായേലിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒന്നാണ് ഈ ബ്ലൂ ഫോർട്ട് കാസിൽ എന്ന് പറയുന്നത്. അവിടെയാണ് വീണ്ടും ഇസ്രായേലിൻ്റെ അധിനിവേശം ഉണ്ടാകുന്നത്. ഈ ബ്ലൂ ഫോർട്ട് കാസിൽ നിൽക്കുന്ന തന്ത്രപ്രധാനമായ ഒരു കുന്നുണ്ട്. ആ കുന്നും ഇസ്രായേൽ പിടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെബനൻ്റെ വലിയൊരു ഭാഗം ഈ കുന്നിന് മുകളിൽ നിന്ന് നിരീക്ഷിക്കാൻ സാധിക്കും. അവിടെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ സാന്നിധ്യം കൂടിയുണ്ട്. തങ്ങളുടെ രാജ്യത്ത് നേരെയുള്ള കടന്നുകയറ്റം എന്നും അധിനിവേശമെന്നും ഇതിനെ ലെബനൻ വിശേഷിപ്പിച്ചു കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ അവർ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ഇതിനിടയിൽ അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ വെടിനിർത്തൽ തുടരുന്നതിനിടെ ഒരു കരാറിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. കരാറിൽ അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ട്രംപ് ഈ വിഷയത്തിൽ ഒരു സമവായത്തിന് തയ്യാറാകുന്നില്ല. അതായത് സമ്പൂർണ്ണ നിരായുധീകരണം ഇറാന്റെ ഭാഗത്തു നിന്ന് വേണം എന്നാണ് ഇപ്പോൾ പുതിയ ആവശ്യം ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ കടുംപിടുത്തമാണ്. പക്ഷേ അത് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കരാറിൽ ഒപ്പിടാൻ ഇതുവരെ ട്രംപ് തയ്യാറാകാത്തത് വലിയൊരു പ്രതിസന്ധിയായി മാറുകയാണ്. അതിന് തയ്യാറല്ല എന്ന് ഇറാൻ പറയുമ്പോൾ ഇതിനിടയിൽ 100 കോടി രൂപയുടെ $100 കോടി ക്രിപ്റ്റോ ആസ്തികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി ഇറാന്റെ എന്നുള്ളതും ഈ കരാറുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഏതായാലും നമുക്കറിയാം, ഹോർമുസിലടക്കം നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ട്, ആണവായുധത്തിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ട്. ഇപ്പോൾ പൂർണ്ണ നിരായുധീകരണം എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും ഒരു പരമാധികാര രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. അവിടേക്ക് കൂടി ട്രംപ് എത്തുമ്പോൾ എന്താണ് ട്രംപിൻ്റെ മനസ്സിലെന്നുള്ളത് കാത്തിരുന്ന് കാണണം. മനു, അവിടെ എന്താണ് സംഭവിക്കുന്നത്? പല കരാറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. 60 ദിവസത്തെ കൂടി ഒരു യുദ്ധം ഇല്ലായ്മ നീട്ടുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ നിബന്ധനകൾ. ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങേണ്ടതെന്ന് അന്താരാഷ്ട്ര സമൂഹം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇവിടെ ഇത് ഘട്ടം ഘട്ടമായി ഒരു 60 ദിവസത്തെ വെടിനിർത്തൽ ആദ്യം നടക്കുക. അതിൽ ആദ്യത്തെ 30 ദിവസങ്ങളിൽ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി തന്ത്രപ്രധാനമായ പിന്മാറ്റം പല മേഖലകളിൽ നിന്ന് നടത്തുന്നതിനായി ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുക. പിന്നീട് ആ 30 ദിവസത്തെ വെടിനിർത്തൽ വിജയിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും അടുത്ത 30 ദിവസം കൊണ്ട് പൂർണ്ണമായ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാൻ കഴിയുമോ എന്നൊക്കെയാണ് ഈ മധ്യസ്ഥരുടെ ഭാഗത്തുനിന്ന് ചർച്ചകളായി വരുന്നത്. ഏതായാലും ഇറാൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ട്രംപ് തിരിച്ചയച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ചീഫ് നെഗോഷിയേറ്റർ പറയുന്നത് അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. തങ്ങൾക്ക് ഈ തങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു കരാർ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് ബഗേർ പറയുന്നു. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ഈ സമാധാന കരാറിലെ ചില പരാമർശങ്ങൾ കുറച്ചുകൂടി കടുത്ത നിലപാടാണ് ഈ സമാധാന കരാറിനുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് മുഹമ്മദ് ബാഗേർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സങ്കീർണമായ ഒരു സാഹചര്യമാണ് എന്ന് അവർ പറയുന്നു. കടുത്ത നിലപാടുകളിലേക്ക് അമേരിക്ക വരുന്നു. പക്ഷേ ട്രംപ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ, അതായത് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ച ഒരു കാര്യം, ഇറാൻ ഒരു കാരണവശാലും ഈ ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ കഴിയില്ല, സമ്പൂർണ്ണമായ നിരായുധീകരണം അവിടെ ഉണ്ടാകണം ആണവ ആയുധങ്ങളുടെ കാര്യത്തിൽ. അത് ഈ കരാറിൻ്റെ വലിയൊരു ഭാഗമാണ്. ഈ കരാർ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നുള്ളതൊക്കെ വെറും തെറ്റായ വാർത്തകളാണ്. ഈ കരാർ അതിൻ്റെ ബഹുഭൂരിപക്ഷം ഏടുകളിലും കൃത്യമായി പറയുന്നത് ഈ നിരായുധീകരണത്തെ സംബന്ധിച്ചാണ് എന്നൊക്കെ
ട്രംപ് ഇത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് രണ്ട് വിഭാഗങ്ങൾക്കിടയിലുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് എത്തുന്നതിന് ഇനിയും സമയമെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും കുവൈറ്റിലെ ചില കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ ആക്രമണം നടന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. സ്വാഭാവികമായും അവിടേക്ക് അത് തടയാനും മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുമൊക്കെ കുവൈറ്റിന് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. കുവൈറ്റ് എയർ ഡിഫൻസാണ് ഇത്തരം ഡ്രോണുകളും മിസൈലുകളെയും ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. അവിടെ ചില അതുപോലെ ഈ യുദ്ധം അല്ലെങ്കിൽ മിസൈലുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ചില സുരക്ഷാ സൈറണുകളൊക്കെ മുന്നറിയിപ്പ് സൈറണുകളൊക്കെ മുഴങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധം അവസാനിക്കണമെന്ന് ഉള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഈ കടുംപിടുത്തം വളരെ ബലമായി രണ്ട് വിഭാഗവും. തീർച്ചയായും അതാണ് സാഹചര്യം. അതാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സാഹചര്യം. മനു ഭാരതാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മനു, തുടരുക. ഇതിനിടയിൽ മ്യാൻമാറിൽ വിമതസേനയുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഉണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ 55ഓളം പേർ കൊല്ലപ്പെട്ടു. കുട്ടികളടക്കമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 25 പുരുഷന്മാരും 30 സ്ത്രീകളും 12ഓളം കുട്ടികളും ഉൾപ്പെടുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഖനനത്തിനും ക്വാറി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്നാണ് മേഖല നിയന്ത്രിക്കുന്ന താങ് നാഷണൽ ലിബറേഷൻ ആർമി വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ പട്ടാള ഭരണത്തിനെതിരെ പോരാട്ടം നടത്തുന്ന പ്രബല വിമതസേനയാണ് താങ് നാഷണൽ ലിബറേഷൻ ആർമി. ഷാൻ സംസ്ഥാനത്തെ നാഖാം ടൗൺഷിപ്പിലെ കൗങ് ടാറ്റ് ഗ്രാമത്തിൽ ഇന്നലെ ഏതാണ്ട് 12 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നിരവധി ഗ്രാമവാസികൾക്ക് ആണ് ജീവൻ നഷ്ടപ്പെട്ടത്. വീടുകൾക്ക് കേടുപാടുണ്ട്. ലിബറേഷൻ ആർമി ഇക്കാര്യം പ്രസ്താവന അറിയിച്ചിട്ടുണ്ട്. സ്ഫോടനത്തെ തുടർന്ന് ഗ്രാമത്തിൽ വലിയ തോതിൽ പുക ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വലിയ തോതിൽ നടുക്കം ആ പ്രദേശത്ത് സംഭവിച്ചിട്ടുണ്ട്. ദുഃഖകരമായ മറ്റൊരു വാർത്ത അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ നിന്നാണ്. അവിടെ വിവാഹ ദിനത്തിലുണ്ടായ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മലയാളിയായ നവവരനടക്കം 2 പേരാണ് മരിച്ചത്. വധുവിന് ഗുരുതരമായി പരിക്കേറ്റു. അമേരിക്കയിൽ സ്ഥിരതാമസക്കാരായ മൂവാറ്റുപുഴ വീട്ടൂർ കടുവാക്കുഴിയിൽ KT ജോർജിൻ്റെ മകൻ ഫിജി ജോർജിൻ്റെയും ഫേബയുടെയും മകൻ ഡേവ് ഫിജി ആണ് മരിച്ചത്. പരിക്കേറ്റ വധു തിരുവല്ല ഭരണിക്കാവ് തലവടി ചുടുകാട്ടിൽ സാമിൻ്റെയും ഷീലയുടെയും മകൾ ജസ്നിയാണ്. ജസ്നിക്കാണ് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നത്. ഹെലികോപ്റ്റർ പൈലറ്റ് ഈ വരനൊപ്പം അപകടത്തിൽ മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്തയുണ്ട്. മരിച്ച ഡേവ് ഫിജി ഡെൽറ്റ എയർലൈൻസിൻ്റെ പൈലറ്റ് കൂടിയാണ്. ജോർജിയ ഡോസൺ കൗണ്ടിയിൽ അമേരിക്കൻ സമയം രാത്രി 10 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് വലിയൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. പിന്നീട് ഹെലികോപ്റ്ററിൽ ഇവർ വിവാഹ സൽക്കാരം കഴിഞ്ഞ് അവരുടെ താമസ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. വിജനമായ സ്ഥലമായിരുന്നു ഇവിടെ. ഹെലികോപ്റ്ററിൻ്റെ ചിറക് മരച്ചില്ലകളിൽ തട്ടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. മോശം കാലാവസ്ഥയും പ്രശ്നമായിരുന്നു. ഇതോടെ ജസ്നി ബോധരഹിതയായി. പിന്നീട് 5 മണിക്കൂറോളം കഴിഞ്ഞ് ഉണർന്നപ്പോൾ ഇവർ വിവരം ഹെൽപ്പ് ലൈനിൽ വിളിച്ചറിയിച്ചപ്പോഴാണ് പുറത്തുള്ള ആളുകളൊക്കെ വിവരം അറിയുന്നത്. പിന്നീട് രക്ഷാപ്രവർത്തനം എത്തുകയും ഇവരെ പുറത്ത് എത്തിക്കുകയുമായിരുന്നു. ഏതായാലും SIT ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 മാസം മുമ്പ് നാട്ടിൽ വന്ന് പോയിരുന്നു. ഇവർ ബന്ധുക്കളെ കണ്ടു മടങ്ങിയ ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളത് ദുഃഖകരമായ ഒന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പശ്ചിമ ബംഗാളിൽ വലിയ തല്ല് TMC നേതാക്കൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. അവിടെ MP മാരടക്കം അഭിഷേക് ബാനർജിക്കെതിരെ വലിയ ആക്രമണമുണ്ടായി. TMC അത് ഇപ്പോൾ പുതിയൊരു വിവരം പുറത്തു വരുന്നത് ഈ ആക്രമിച്ചവർ TMC മുൻ MLAയുമായി അടുത്ത ബന്ധമുള്ളവരാണ് എന്ന് ന്യൂസ് 18 റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. സോനാപൂരിലെ TMC മുൻ MLA ലൗലി മൈത്രയുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഈ പിടിയിലായ 4 പേർ എന്നാണ് വിവരം പുറത്തു വരുന്നത്. അഭിഷേക് ബാനർജിക്കെതിരായ ആക്രമണവുമായി ബന്ധപ്പെട്ട 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തവരിൽ തപൻ മെയ്ത്തി, ആകാശ് എന്നീ 2 പേർ. ദൃശ്യങ്ങളിൽ അവരുടെ ചിത്രം വളരെ വ്യക്തമാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തപൻ മെയ്തി TMCയുടെ മുൻ MLA ലൗലി മൈത്രയുമായി അടുത്ത ബന്ധമുള്ളയാളാണ് എന്നാണ് വിവരം. അതുമാത്രമല്ല, ഇയാളുമായി ബന്ധമുള്ള കാജൽ ദാസ്, ദേബാശിഷ് ദത്ത എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആകാശ് ഗയാൻ അവിടുത്തെ തൃണമൂലിൻ്റെ പ്രാദേശിക പ്രവർത്തകനാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഇയാളുടെ മാതാവടക്കം ശരിവെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഒളിവിലായിരുന്നു. പിന്നീട് പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തത്. എന്തായാലും ഇത് തൃണമൂലിനെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് എത്തിച്ചൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുമാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട മമതാ ബാനർജി വിളിച്ച ഒരു യോഗത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് 60ഓളം MLAമാർ ഈ യോഗത്തിൻ്റെ ഭാഗമായില്ല. ഇവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇവരുമായി ബന്ധപ്പെടാൻ തൃണമൂൽ നേതാക്കൾ ശ്രമിച്ചുവെങ്കിലും അവരെ ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.
മനസ്സിലാക്കേണ്ടത്. പാർട്ടി പിളർപ്പിലേക്കാണോ ഈ വിഷയത്തിൽ? കാരണം അവരുടെ പ്രധാനപ്പെട്ട 2 നേതാക്കളെ ആക്രമിച്ചത് തൃണമൂൽ പ്രവർത്തകർ തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്കിടയിൽ വലിയ അസ്വാരസ്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് വിവരം. മനു ഭരത് വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇതിപ്പോൾ തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി അവിടെ സംഭവിക്കുന്നുണ്ട്. നിരവധി ആക്രമണങ്ങൾ അവർ നേതാക്കൾക്ക് സംഭവിക്കുന്നു. ഇതിനിടയിലാണ് തൃണമൂൽ പ്രവർത്തകർക്ക് തന്നെ ഇതിൽ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. രഞ്ജിത്ത്, 5 പേരെയാണ് കഴിഞ്ഞ ദിവസം അവിടെ പോലീസ് പിടികൂടിയത്. തപൻ മൈത്തി, ആകാശ് ഗയൻ, അതുപോലെ കാജൽ ദാസ്, ദിബാഷിഷ് ദത്ത, നിർമ്മലയ സെൻഗുപ്ത എന്നിവരെ ആണ് കഴിഞ്ഞ ദിവസം പോലീസ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പിടികൂടിയത്. ഇനിയും ആളുകളെ പിടികൂടാനും ഉണ്ട്. അപ്പോൾ ഇതിൽ വരുമ്പോഴാണ് ഇവരെ പറ്റിയുള്ള പരിശോധനകളിൽ വരുമ്പോഴാണ് തപൻ മൈത്തിയെയും ഈ TMC MLA ലവ്ലി മൈത്രയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് എന്ന് ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇനി വേറെ ഈ നിർമ്മലയ സെൻഗുപ്ത എന്ന ഒരു കേസിൽ അറസ്റ്റിലായ ഒരു പ്രതി കൂടിയുണ്ട്. ഇയാൾ അവിടെ പൊതുവെ അറിയപ്പെടുന്നത് ജോയ് സെൻഗുപ്ത എന്ന ആളാണ്. ഈ ജോയ് സെൻഗുപ്തയും അവിടുത്തെ ഈ ലവ്ലി മൈത്രയുമായി അടുത്ത ബന്ധം ഉള്ള ആളാണ്. അതോടൊപ്പം തന്നെ ഈ കാജൽ ദാസും ദിബാഷിഷ് ദത്തയും ഒക്കെ ഇതുപോലെ TMC ബന്ധമുള്ളവരാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ഇവർ ഈ സെൻഗുപ്തയുടെ കുടുംബം, ജോയ് സെൻഗുപ്തയുടെ കുടുംബം തൃണമൂൽ കോൺഗ്രസുമായി വളരെ കാലം അടുത്ത ബന്ധമുള്ളവരായി 98 മുതൽ പാർട്ടിയുടെ വിശ്വസ്തരായി പ്രവർത്തിച്ച ആളുകളാണ് എന്ന വിവരങ്ങൾ വരുന്നു. മാത്രവുമല്ല, ഇവരെങ്ങനെ ഇതിൻ്റെ ഭാഗമായി എന്ന ഒരു സംശയം അവിടെ നിലനിൽക്കുകയാണ്. ഈ തൃണമൂൽ കോൺഗ്രസിന് വലിയ കനത്ത ആഘാതമാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ വലിയ ജനരോഷം പാർട്ടിക്കെതിരെ ഉണ്ടെന്ന് BJP ആരോപിക്കുന്നു. മാത്രവുമല്ല, പാർട്ടിക്ക് അകത്ത് തന്നെ ആളുകൾ മമതയുടെ രീതിയെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. മമത പഴയ രീതിയിലേക്ക് മടങ്ങണം എന്നൊക്കെയുള്ളത്. പ്രത്യേകിച്ച് ഇവരുടെ ഈ മായി മാതാ എന്നൊരു ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അതായത് മണ്ണും അതുപോലെ അമ്മയും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന തരത്തിലൊക്കെയുള്ള മുദ്രാവാക്യം. അങ്ങനെ പണ്ടുണ്ടായിരുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെയാണ് അവിടെ ആവശ്യം ഉയരുന്നത്. കഴിഞ്ഞ ദിവസം കാളിഘട്ടിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു മമത. അതിൽ 60ഓളം MLA-മാർ ആ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നത് വലിയൊരു ആശ്ചര്യത്തിന് വഴിവെക്കുന്നു. അപ്പോൾ മമതയുടെ നേതൃത്വത്തിനെതിരെ വലിയ കലാപക്കൊടി ഉയരുന്നു എന്ന സംശയമാണ്. പ്രത്യേകിച്ച് ഈ അഭിഷേക് ബാനർജിയെ അടുത്ത TMCയുടെ തലവനായി, ഇപ്പോൾ തന്നെ ജനറൽ സെക്രട്ടറിയാണ് എങ്കിലും അതിൻ്റെ മുഴുവൻ മേധാവിയായി ഉയർത്തിക്കാണിക്കുന്നു എന്നത് സംഘടനയ്ക്കകത്ത് വലിയ രോഷമുണ്ടാക്കുന്നു എന്ന ചില പരാമർശങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് TMCയിൽ ഈ കലാപക്കൊടി ഉയരുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ ആക്രമിച്ചവർ BJP ബന്ധമുള്ളവരാണെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇത് BJPയുടെ വികൃതമായ മുഖമാണ് പുറത്തു വരുന്നതെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമായി വന്നിട്ടുണ്ട്. BJPയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. ഈ MP-മാരെ ആക്രമിച്ചവർ യഥാർത്ഥത്തിൽ അവരെയൊക്കെ വോട്ട് ചെയ്തവരെ ആക്രമിക്കുന്ന രീതിയാണ് എന്ന് മനസ്സിലാക്കണം എന്നൊക്കെ അദ്ദേഹം എക്സിൽ കുറിക്കുകയും ചെയ്തു. ഏതായാലും ഇത് വിദ്വേഷത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണെന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുമ്പോഴും ഇത് ബന്ധപ്പെട്ട കേസുകളിൽ പിടിക്കപ്പെടുന്നത് TMC നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ് എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു പ്രതിരോധത്തിലേക്ക് TMCയെ കൊണ്ടെത്തിക്കുകയാണ്. തീർച്ചയായും അതാണ് സംഭവം. എന്തായാലും TMC വലിയ പ്രതിരോധത്തിലാണ്. MLA-മാർ അടക്കം വലിയ അസംതൃപ്തിയിലാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അമ്പയെ പരാജയപ്പെട്ടൊരു പാർട്ടി, ഇപ്പോൾ പാർട്ടിക്കുള്ളിലും ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ മമതയ്ക്ക് മുന്നിൽ ഇനി എന്തു വഴി എന്നാണ് ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ സൈനിക ശേഷിക്കും പ്രത്യാക്രമണ ശേഷിക്കും കരുത്തു പകരുന്ന നീക്കവുമായി ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് കര, നാവിക, വ്യോമസേനകളുടെ മിസൈൽ ശേഷി ഏകോപിപ്പിച്ചുകൊണ്ടാണ് പുതിയ ഒരു ഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്നത്. അതായത് CMF, കൺവെൻഷണൽ മിസൈൽ ഫോഴ്സ് എന്ന പേരിൽ രൂപീകരിക്കുന്നതിന് പ്രാഥമിക അനുമതി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ചൈന, പാകിസ്ഥാൻ സഖ്യത്തിൽ നിന്നുള്ള വെല്ലുവിളികളെ നേരിടുക എന്നതാണ് ഈ ഏകീകൃത കമാൻഡിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ആണവേതര മിസൈലുകളാണ് ഈ പുതിയ സേനാ വിഭാഗത്തിന് കീഴിൽ വരിക. ഒറ്റ കമാൻഡിന് കീഴിൽ കൊണ്ടുവരുന്നതിന് ഇപ്പോൾ ഏതാണ്ട് അനുവാദം നൽകിക്കഴിഞ്ഞു ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി കേവലം കേന്ദ്ര സർക്കാരിൻ്റെ അന്തിമ അനുമതി മാത്രമാണ് ഇതിന് ആവശ്യം. ബലിസ്റ്റിക് മിസൈലുകൾക്കും ദീർഘദൂര ആക്രമണങ്ങൾക്കും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏകീകൃത സംവിധാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റ് പ്രധാനപ്പെട്ട കൗതുകമുള്ള ഒരു വാർത്ത അത് പുറത്തു വരുന്നത് യുക്രൈൻ റഷ്യ യുദ്ധമുഖത്തിൽ നിന്നാണ്.
ഈ യുദ്ധം നമുക്കറിയാം 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. യുക്രൈന് വലിയ നാശനഷ്ടമുണ്ടായി. റഷ്യയ്ക്കും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കാത്ത പശ്ചാത്തലമുണ്ട്. അവിടെയും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അവിടെയാണ് യുക്രൈൻ പുതിയ യുദ്ധതന്ത്രം പരീക്ഷിക്കുന്നത്. നമുക്കറിയാം, യുക്രൈൻ ലോകരാജ്യങ്ങളോട് സഹായത്തിന് അഭ്യർത്ഥിക്കുമ്പോഴും പല സഹായങ്ങളും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ അവരിപ്പോൾ റോബോട്ടുകളെ ഉപയോഗിച്ച് യുദ്ധം നിയന്ത്രിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മനുഷ്യശേഷിയുടെ ദൗർലഭ്യം അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയെ ഒരു വലിയ ആയുധമാക്കി മാറ്റുകയാണ് യുക്രൈൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നഗരയുദ്ധങ്ങളിൽ പങ്കെടുത്ത പരിചയസമ്പന്നരായ സൈനികർ യുദ്ധമുഖത്തേക്ക് നേരിട്ടെത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. അതിൽ പ്രധാനം ഇവർ റിമോട്ട് കൺട്രോളിലൂടെ ഈ റോബോട്ടുകളെ നിയന്ത്രിക്കുകയാണ്. ഡ്രോണുകളും മറ്റും തത്സമയ ദൃശ്യങ്ങളിലൂടെ നിരീക്ഷിച്ചുകൊണ്ട് റോബോട്ടുകളെ ഈ റഷ്യൻ സൈന്യത്തിന് നേരെ അയക്കുകയാണ്. അങ്ങനെ നിരവധി ഓപ്പറേഷനുകൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു എന്നാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു റഷ്യൻ സൈനിക പോസ്റ്റ് പൂർണ്ണമായും റോബോട്ടുകളും ഡ്രോണുകളും മാത്രം ഉപയോഗിച്ച് യുക്രൈൻ പിടിച്ചെടുത്തു എന്ന വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. അതായത് സാങ്കേതിക വിദ്യയുടെ വലിയൊരു വളർച്ച അത് യുക്രൈൻ വളരെ കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ജനുവരി മുതൽ മാത്രം, അതായത് ജനുവരി മുതൽ ഈ 5 മാസത്തിനുള്ളിൽ 22,000-ലധികം ദൗത്യങ്ങൾ റോബോട്ടുകളെ ഉപയോഗിച്ച്, അതായത് മനുഷ്യനില്ലാതെ യുക്രൈൻ പൂർത്തിയാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത്. 4 ചക്രങ്ങളുള്ള ചെറിയ വാഹനങ്ങളിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കളുമായി ഈ റോബോട്ടുകളെ ശത്രുപാളയത്തിലേക്ക് അയക്കും. പലപ്പോഴും റഷ്യൻ ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. ഈ റഷ്യൻ സൈനികർ റോബോട്ടുകളെ സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നു. 10 മീറ്റർ അരികെ എത്തുമ്പോൾ മാത്രമാണ് ഇവയുടെ സാന്നിധ്യം റഷ്യൻ സൈന്യത്തിന് തിരിച്ചറിയാൻ സാധിക്കുക. അപ്പോഴേക്കും പൊട്ടിത്തെറിക്കും, നിരവധി സൈനികർ കൊല്ലപ്പെടും. ഇതിപ്പോൾ റഷ്യൻ സൈന്യത്തിന് വലിയ തോതിലുള്ള ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് റഷ്യൻ സൈനികർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പുതിയ യുദ്ധതന്ത്രം വിജയകരമായി പരീക്ഷിച്ച് നടപ്പിലാക്കുകയാണ് യുക്രൈൻ. IPL-ൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന തരത്തിലുള്ള ഓറഞ്ച് ക്യാപ്പ് നേടിയത് വൈഭവ് സൂര്യവംശിക്കാണ്. അതിന് ഇന്നലത്തെ IPL മത്സരം ഫൈനൽ വരെ കാത്തിരിക്കേണ്ടി വന്നു. കാരണം വൈഭവ് സൂര്യവംശിയുടെ എതിരാളികളായിരുന്ന 2 പേർ, ശുഭ്മാൻ ഗില്ലും സായി സുദർശനും ഇന്നലെ കളിക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചെറിയ സ്കോറിൽ പുറത്തായതോടെയാണ് വൈഭവ് തൻ്റെ ഓറഞ്ച് ക്യാപ്പ് ഉറപ്പിച്ചത്. ഓറഞ്ച് ക്യാപ്പ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് വൈഭവ് സൂര്യവംശിക്ക് കിട്ടിയിരിക്കുകയാണ്. 16 മത്സരങ്ങളിൽ നിന്ന് 776 റൺസാണ് ഈ കുരുന്നു ബാലൻ അടിച്ചെടുത്തത്. 237 സ്ട്രൈക്ക് റേറ്റ് എന്നുകൂടി ഓർക്കണം. അങ്ങനെ 2-3 സ്ഥാനങ്ങളിൽ നേരത്തെ പറഞ്ഞ ശുഭ്മാൻ ഗില്ലും സായി സുദർശനുമായിരുന്നു. ഇരുവരും വേഗത്തിൽ പുറത്താകുകയും പറ്റും. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ 6 അടിച്ച താരം എന്നുള്ള റെക്കോർഡ് കൂടി വൈഭവ് സൂര്യവംശി. ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ 6 അടിച്ച താരം ക്രിസ് ഗെയിലിനെ മറികടന്ന് വൈഭവ് സൂര്യവംശി പൂർത്തിയാക്കി. 72 സിക്സറുകളാണ് ഈ 16 മത്സരങ്ങളിൽ നിന്ന് വൈഭവ് അടിച്ചെടുത്തത്. അതായത് വൈഭവിൻ്റെ സ്കോറിൻ്റെ ഭൂരിഭാഗവും ബൗണ്ടറികളായിരുന്നു. ഓടി റൺസ് എടുത്ത അത് വൈഭവ് വളരെ കുറച്ചായിരുന്നു എന്നതുകൂടി മനസ്സിലാക്കണം. ഒപ്പം ഏറ്റവും വേഗം 1000 റൺസ് കുറഞ്ഞ പന്തിൽ പൂർത്തിയാക്കുന്ന താരം എന്ന റെക്കോർഡ് കൂടി വൈഭവ് എന്ന ആ വണ്ടർ ബാലൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ബംഗളൂരുവിൽ നിന്ന് മംഗളൂരുവിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് കുതിക്കാൻ ഒരുങ്ങുന്നു. ഇതിന്റെ പരീക്ഷണ ഓട്ടം ജൂൺ 3-ന് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വിവരം പുറത്തുവരുന്നത്. യശ്വന്ത്പൂർ മംഗളൂരു സെൻട്രൽ സ്റ്റേഷനുകൾക്കിടയിലാണ് പരീക്ഷണ ഓട്ടം. ഓട്ടോ എമർജൻസി ബ്രേക്കോട് കൂടിയ 8 കോച്ചുള്ള ട്രെയിനാണ് ഓട്ടത്തിനായി വിന്യസിക്കുക. നിലവിൽ യശ്വന്ത്പൂരിൽ നിന്ന് മംഗളൂരു സെൻട്രൽ വരെ ഏകദേശം 8.5 മണിക്കൂർ യാത്രാ ദൈർഘ്യമുണ്ട്. ഇതിപ്പോൾ ചുരുങ്ങി ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് എത്തത്തക്ക രീതിയിലാണ് ഇപ്പോൾ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ വിപ്ലവമായി ഇത് മാറും എന്നും ആ റൂട്ടിലെ യാത്രക്കാർ പ്രതീക്ഷിക്കുന്നു. UAE-ൽ സാമ്പത്തിക മേഖലയിൽ വാണിജ്യ കരാറുകളിൽ വലിയ മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് മുതൽ നിലവിൽ വരും. കാരണം 18 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് അവിടെ ബിസിനസ് ആരംഭിക്കാം. ബാങ്ക് അക്കൗണ്ടുകൾ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ കൈകാര്യം ചെയ്യാം. അത്തരത്തിൽ നിയമപരമായ ഒരു മാറ്റം UAE-ൽ വന്നിരിക്കുന്നു. നേരത്തെ പ്രായപരിധി 21 ആയിരുന്നു. അതിപ്പോൾ 18 വയസ്സാക്കുകയാണ്. രക്ഷിതാക്കളുടെ അനുമതിയില്ലാതെ ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാം. നിയമപരമായ സാമ്പത്തിക കരാറുകൾ ഒപ്പുവെക്കാം. ഒപ്പം ബിസിനസ് ആരംഭിക്കുകയും ചെയ്യാം. UAE-ലെ ജനജീവിതത്തെയും സാമ്പത്തിക മേഖലയും സ്വാധീനിക്കുന്ന ഇത്തരത്തിലുള്ള 5 നിയമപരിഷ്കാരങ്ങൾക്കാണ് ഇന്നു മുതൽ പ്രാബല്യമുണ്ടാകുക. സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പള സുരക്ഷ ഉറപ്പാക്കുന്ന നിയമം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് നൽകിയില്ലെങ്കിൽ ആ കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. 1-ാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകണമെന്നാണ് കൃത്യമായ നിയമം. ഒപ്പം അങ്ങനെ അത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങളിൽ മറ്റും പുതിയ സംവിധാനം പാർക്കിംഗ് ഫീസിനടക്കം ഏർപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ നിയമ വഴികൾ UAE-ൽ പ്രാവർത്തികമാകുന്നത്.
നമ്മുടെ ബ്രഹ്മോസ് പല ലോകരാജ്യങ്ങൾക്കും പ്രിയപ്പെട്ടതായി മാറുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി റെക്കോർഡിലായിരുന്നു. അത് 2030 കൂടി 50,000 കോടിയിലേക്ക് എത്തിക്കാനുള്ള അതിതീവ്ര ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ വിയറ്റ്നാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും അത് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചതായി ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇന്തോനേഷ്യയുമായുള്ള കരാറിന് പിന്നാലെയാണ് ഇപ്പോൾ വിയറ്റ്നാമുമായി ഇത്തരത്തിലുള്ള കരാറുകൾ ഒപ്പുവെക്കുന്നത് എന്ന് പ്രധാനമാണ്. ഏതാണ്ട് 5,800 കോടി രൂപയുടേതാണ് വിയറ്റ്നാമുമായുള്ള കരാർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തീരദേശ പ്രതിരോധ മിസൈൽ ബാറ്ററികൾ, മിസൈലുകളുടെ പരിശീലനം, ലോജിസ്റ്റിക് പിന്തുണ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു കരാറാണ്. ഈ ബ്രഹ്മോസിനാണ് എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ഫിലിപ്പീൻസാണ് ബ്രഹ്മോസ് സംവിധാനം വാങ്ങുന്ന ആദ്യ വിദേശ രാജ്യം. 2022 ഏകദേശം $375 മില്യൺ ആയിരുന്നു കരാർ. അതിനുശേഷം നിരവധി രാജ്യങ്ങൾ നമ്മുടെ ബ്രഹ്മോസുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം ഉന്നയിക്കുകയും അത് വലിയ തോതിൽ അവർക്ക് പ്രിയപ്പെട്ട ഒന്നായി മാറുകയും ചെയ്യുന്നു. ഏറ്റവും എഫക്റ്റീവായി ശത്രുവിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനമായി ബ്രഹ്മോസിനെ ലോകരാജ്യങ്ങൾ കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബംഗളൂരുവിൽ ആട്ടിറച്ചി എന്ന പേരിൽ പോത്തിറച്ചി വിതരണം ചെയ്ത ഹോട്ടൽ അടപ്പിച്ച് പോലീസ്. ബൊമ്മനഹള്ളിയിലെ ഐസരി ഹബ്ബിലുള്ള കായലോരം ഹോട്ടലിലാണ് സംഭവം. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരുടെ പരാതിയിലാണ് ഈ അന്വേഷണം ഉണ്ടാവുകയും തുടർന്ന് ജീവനക്കാരായ 2 മലയാളികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. 1.5 വർഷം മുൻപാണ് ഈ ഹോട്ടൽ പ്രവർത്തനം തുടങ്ങിയത്. ആളുകൾ ആട്ടിറച്ചി ഓർഡർ ചെയ്തപ്പോൾ ആട്ടിറച്ചി അല്ല എന്ന് സംശയം തോന്നുകയും പിന്നീട് ജീവനക്കാരോട് ചോദിച്ചെങ്കിലും മറുപടിയിൽ വ്യക്തതയില്ലാതാകുന്നു. പിന്നീട് ഇവർ പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് പരിശോധിക്കുന്നു. പോത്തിറച്ചിയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. പിന്നീട് സ്ഥാപനം അടച്ചുപൂട്ടുകയാണ്. ഇതിനെ തുടർന്ന് ഈ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. നമുക്കറിയാം അവിടെ ബീഫൊക്കെ നിരോധിച്ച ഒരു സംസ്ഥാനം കൂടിയാണ്. അവിടെ അത് ആ പറഞ്ഞതുപോലെ ഇത് വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമാണ് ആ സ്ഥലം എന്നുള്ളതാണ്. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പുതിയ പ്രസ്ഥാനം ആരംഭിക്കുമെന്ന സൂചന. സമാന ചിന്താഗതിക്കാരായ ആളുകളെ ഉൾപ്പെടുത്തി കൂട്ടായ്മ രൂപീകരിക്കുമെന്നാണ് ഇപ്പോൾ അണ്ണാമലൈ പ്രസ്താവിച്ചിരിക്കുന്നത്. മക്കൾ ശക്തി ഇയക്കം എന്ന സംഘടന ആണ് അണ്ണാമല രൂപീകരിക്കുന്നത് എന്നറിയുന്നു. ത്രിഭാഷാ നയത്തെ ചൊല്ലി കേന്ദ്രവുമായുള്ള അഭിപ്രായ വ്യത്യാസം അണ്ണാമലയെ പരസ്യമാക്കിയിരുന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി CBSEയുടെ ത്രിഭാഷാ നയം നടപ്പിലാക്കുന്നത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. നേരത്തെ തന്നെ അണ്ണാമലൈ BJP നേതൃത്വമേ അത്ര രസത്തിലല്ല. അവിടെയാണ് പുതിയ സംഘടന വരുന്നത്. സജിത്ത്, എന്താണ് കരുതേണ്ടത്? BJP വിടാനുള്ള നീക്കമാണോ അണ്ണാമലയുടെ ഭാഗത്ത് നിന്ന്? തമിഴ്നാട്ടിലതൊരു BJPക്ക് വലിയ തിരിച്ചടിയാകുമല്ലോ, സംശയമില്ല. രഞ്ജിത്ത്, അണ്ണാമലൈ BJPയുമായി അകൽച്ചയിലാണ് കുറേ നാളുകളായി. പ്രത്യേകിച്ച് AIDMKയുമായി സഖ്യം ചേർന്നത് മുതൽ വലിയ അകൽച്ചയുണ്ട്. ആ അകൽച്ചയ്ക്ക് ഒടുവിലാണിപ്പോൾ അണ്ണാമലൈ BJP ബന്ധം ഉപേക്ഷിച്ച് BJP വിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന ചില അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത്. BJP നേതൃത്വം ഇത് നിഷേധിക്കുന്നുണ്ട്. അണ്ണാമലൈക്ക് നാഷണൽ പോസ്റ്റുകൾ കിട്ടും, അദ്ദേഹത്തെ ആ രീതിയിൽ പരിഗണിക്കുമെന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ അണ്ണാമലൈയുമായി അടുത്ത കേന്ദ്രങ്ങൾ അണ്ണാമലൈ പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിന് ഒരുങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെമ്പാടും അണ്ണാമലൈക്ക് ഈ തരത്തിൽ പിന്തുണ നൽകിക്കൊണ്ടുള്ളൊരു ബദൽ നീക്കത്തിനുള്ള ആഹ്വാനങ്ങൾ സജീവമായി കഴിഞ്ഞു. 2001 മുതൽ 2005 വരെ തമിഴ്നാട്ടിൽ BJPക്ക് ഒരു പുതിയ മുഖമായി അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അണ്ണാമലൈ. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ മാറ്റമുണ്ടാവുന്നത്. പുതിയൊരു നീക്കം ഇതുവരെ ഇല്ലാത്ത രീതിയിൽ തമിഴക രാഷ്ട്രീയത്തിൽ BJPക്കൊരു ഇളക്കമുണ്ടാക്കി ഒരു പുതിയ നീക്കം സാധ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു അണ്ണാമലൈ എന്ന യുവ IPS ഓഫീസറിൽ നിന്നുമുണ്ടായത്. അദ്ദേഹം ജോലി രാജിവെച്ച് രാഷ്ട്രീയത്തിലെത്തുന്നു. ഒടുവിലത് BJP രാഷ്ട്രീയത്തിൽ അദ്ദേഹം തമിഴകത്തൊരു പുതിയ നീക്കം, ദ്രാവിഡ പാർട്ടികൾക്ക് ബദലായി ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നീക്കത്തിനായിരുന്നു അണ്ണാമലൈ തുടക്കമിട്ടത്. വലിയ തരംഗമൊക്കെ ഉണ്ടാക്കിയെങ്കിൽ കൂടിയും ഒടുവിലത് എത്തുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പത് AIDMKയുമായുള്ള BJPയുടെ സഖ്യമായി മാറുന്നു. അതേസമയം അണ്ണാമലൈ AIDMKയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ അകൽച്ച ശക്തമാവുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ BJPയുടെ ചില നയങ്ങളെ, കേന്ദ്ര സർക്കാരിൻ്റെ ചില തീരുമാനങ്ങളെ വിമർശിച്ചുകൊണ്ട് അണ്ണാമലൈ രംഗത്ത് വന്നു എന്നതുകൂടിയാണ് ഇപ്പോഴത്തെ ഈ നീക്കത്തിന് കൂടുതൽ ശക്തി പകരുന്നത്. ഒന്ന്, CBSEയുടെ 9ാം ക്ലാസ്സിലെ ഈ ത്രിഭാഷാ തീരുമാനവുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പുകളുണ്ട്. മാത്രമല്ല നിരന്തരമായി നരേന്ദ്രമോദിയുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്തിരുന്ന വ്യക്തിയാണ് അണ്ണാമലൈ. പക്ഷേ കുറേ നാളുകളായി അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല. മൻ കി ബാത്ത് അടക്കമുള്ള നരേന്ദ്രമോദിയുടെ പോസ്റ്റുകളും മറ്റു നീക്കങ്ങളും ഒന്നും ഷെയർ ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് അണ്ണാമലൈ BJPയുമായി കൂടുതൽ അകന്നു എന്ന
നീക്കത്തിലേക്ക് എന്ന ഒരു ധാരണയിലേക്ക് തന്നെ വരുന്നത്. എന്തായാലും അണ്ണാമലൈ പുതിയൊരു രാഷ്ട്രീയ നീക്കം പ്രഖ്യാപിക്കുന്നു എന്ന് തന്നെയാണ് തമിഴകത്ത് നിന്നും വരുന്ന സൂചന. അങ്ങനെയെങ്കിൽ TVKയ്ക്ക് ശേഷം തമിഴകത്ത് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഉദയം ചെയ്യുമോ, അതിൻ്റെ നയപരിപാടി എന്തായിരിക്കുമെന്ന പ്രധാനപ്പെട്ട നീക്കം കൂടിയാണ് അറിയാനിരിക്കുന്നത്. എന്തായാലും അണ്ണാമലൈ എന്നൊരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു BJPക്ക്. ആ പ്രതീക്ഷ കൈവിട്ട് അണ്ണാമലൈക്ക് പുതിയൊരു രാഷ്ട്രീയ നീക്കം തമിഴകത്ത് നടക്കുമ്പോൾ ഇനി വരാനിരിക്കുന്നത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയമാണോ, എന്താണ് അണ്ണാമലയുടെ നീക്കം എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. TG സഹിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് സ്കൂൾ പ്രവേശന ഉത്സവവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് മടങ്ങിയത്. ഇന്ത്യയിലെ വാർത്താ ചാനലുകളിലും പത്രത്താളുകളിലും ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന, പലരിലും ഭയവും ആകാംക്ഷയും ഒരുപോലെ ജനിപ്പിക്കുന്ന രണ്ടക്ഷരങ്ങളാണ് ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാഷ്ട്രീയ പ്രമുഖരുടെ വീടുകളിലെ റെയ്ഡുകൾ, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുക്കൽ, ബിസിനസ് ഭീമന്മാരുടെ അറസ്റ്റുകൾ തുടങ്ങി ഇന്ത്യൻ വാർത്താ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന മിക്ക സംഭവങ്ങൾക്കും പിന്നിൽ ഈ അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നും എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നതെന്നും രാഷ്ട്രീയ വേട്ടയാടലുകൾക്കായി ഈ ഏജൻസി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾ ഇന്ന് സാധാരണക്കാരുടെ ഇടയിൽ പോലും സജീവ ചർച്ചയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഏജൻസിയുടെ ഉള്ളറകളിലേക്കും പ്രവർത്തന രീതികളിലേക്കും നമുക്കൊരന്വേഷണം നടത്താം. ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രഹസ്യാന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുക, കള്ളപ്പണം വെളുപ്പിക്കൽ തടയുക, വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ കർശനമായി നടപ്പിലാക്കുക എന്നിവയാണ് ഈ ഏജൻസിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പണത്തിന്റെ ഉറവിടം മറച്ചുവെച്ച് അനധികൃതമായി സമ്പാദിക്കുന്ന പണം നിയമപരമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതാണെന്ന് വരുത്തി തീർക്കുന്ന പ്രക്രിയയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ അഥവാ മണി ലോണ്ടറിംഗ്. ഇത്തരം പ്രവൃത്തികൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ പോന്നവയായതിനാൽ അതിനെ നേരിടാൻ അത്യന്തം ശക്തമായ നിയമ സംവിധാനങ്ങളാണ് EDക്ക് നൽകിയിട്ടുള്ളത്. ന്യൂഡൽഹിയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഏജൻസിയുടെ തലപ്പത്ത് നിലവിൽ ഡയറക്ടർ പദവി വഹിക്കുന്നത് ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനായ രാഹുൽ നവീനാണ്. ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നീ വിവിധ മേഖലകളിൽ നിന്നുള്ള മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് EDയുടെ സംഘടനാ സംവിധാനം രൂപീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ഇതിന് സോണൽ, സബ് സോണൽ ഓഫീസുകളുണ്ട്. കേരളത്തിൽ കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സോണൽ ഓഫീസുകളും തിരുവനന്തപുരത്ത് സബ് സോണൽ ഓഫീസും EDക്കായി പ്രവർത്തിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാരങ്ങൾ പ്രധാനമായും 4 സുപ്രധാന നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 2002 നിലവിൽ വന്ന കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അഥവാ PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ്. ഇതൊരു എല്ലാം പൂർത്തിയാക്കിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എത്തിയിട്ടുണ്ട്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെൻറ് ഗേൾസ് HSSലാണ് സംഭവിക്കുന്നത്. അവിടെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എത്തി അധ്യാപകരുമായും കുട്ടികളായും മറ്റും ആശയവിനിമയം നടത്തുന്ന കാഴ്ചകളും ദൃശ്യങ്ങളും മറ്റുമാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും ഇവിടെ എത്തും. മുഖ്യമന്ത്രിയാണ് പ്രവേശന ഉത്സവത്തിൻ്റെ ഉദ്ഘാടനം VD സതീശൻ മുഖ്യമന്ത്രി നിർവഹിക്കുക. N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പട്ടം സ്കൂളിലാണ് ഡാൻ കുര്യൻ ഉള്ളത്. ഒപ്പം ആജ്ഞ രവീന്ദ്രൻ കളമശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുമുണ്ട്. ആദ്യം ഡാനിലേക്ക് പോകാം. ഡാൻ, അല്പസമയത്തിനകം ചടങ്ങ് ആരംഭിക്കും അല്ലേ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ അല്പസമയം മുമ്പാണ് പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത്. അദ്ദേഹം 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ കുട്ടികളുടെ ക്ലാസ്സുകളിലെത്തി അവർക്ക് മധുരം നൽകിക്കൊണ്ട് അവരെ സ്കൂളിലേക്ക് വരവേൽക്കുകയാണ്. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ കുരുന്നുകളെ ഈ ചടങ്ങ് നടക്കുന്ന സദസ്സിന്റെ പ്രധാനപ്പെട്ട റോയിലേക്ക് മന്ത്രി തന്നെ നേരിട്ടുകൊണ്ട് ഇരുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഉദ്ഘാടകനായി മുഖ്യമന്ത്രി VD സതീശൻ എത്തുക. അതിന് മുന്നോടിയായി വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ 1ാം ക്ലാസ്സിലേക്ക് ആദ്യമായി എത്തിയ വിദ്യാർത്ഥികൾക്ക്, നവാഗതർക്ക്, കുരുന്നുകൾക്ക് മധുരം നൽകിക്കൊണ്ട് അവരെ സ്കൂളിലേക്ക് വരവേൽക്കുന്നു. ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടുമൊക്കെ ആദ്യമായി ക്ലാസ്സിലേക്ക് എത്തിയ നിരവധി കുരുന്നുകളുണ്ട്. അവരോട്
സ്നേഹം പങ്കിട്ട് പരിചയം പങ്കിട്ട് വലിയ ബഹളങ്ങളാണ് പുറത്ത്. മാതാപിതാക്കൾ കാത്തു നിൽക്കുന്നുണ്ട് പുറത്ത്. അവരെ കാണുമ്പോൾ വിങ്ങിപ്പൊട്ടി കരയുന്ന കുരുന്നുകളുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് ഇപ്പോൾ ചിരി പടരുന്നു. അവർക്ക് മധുരം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ, അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഒരുമിച്ച് ഈ കുരുന്നുകളെ വരവേൽക്കുകയാണ്. സ്കൂളിലേക്ക് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായുള്ള വിപുലമായ ചടങ്ങുകൾ തിരുവനന്തപുരത്തെ മറ്റ് സ്കൂളുകളിലുണ്ട്, സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലുമുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത്. മന്ത്രി തന്നെ നേരിട്ടെത്തി ആദ്യമായി സ്കൂളിലേക്ക് എത്തുന്ന കുരുന്നുകളെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ 2 ഡിവിഷനുകളിൽ അദ്ദേഹം മധുരം നൽകി കഴിഞ്ഞു. ഈ 2 ഡിവിഷനുകളാണ് 1ാം ക്ലാസ്സിലുള്ളത്. ഇവിടെ 56 കുരുന്നുകളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷം ഒരു ഡിവിഷൻ കൂടി അധികമായി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത്രയും വിദ്യാർത്ഥികൾ എത്തിയിട്ടില്ല. 6-ാം തീയതിക്കകം ഒരു ഡിവിഷൻ കൂടി ആരംഭിക്കേണ്ടി വരുമെന്നാണ് ഈ അധ്യാപകരൊക്കെ നൽകുന്ന സൂചനകൾ. എന്തായാലും വർണ്ണ കിരീടങ്ങളൊക്കെ ചൂടിക്കൊണ്ടാണ് ഈ കുരുന്നുകളെ ഈ പുതിയ സ്കൂളിലേക്ക്, ഈ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി അധ്യാപകർ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയത്. വർണ്ണപ്പട്ടങ്ങൾ, അതോടൊപ്പം ബലൂണുകൾ, മധുരം ഒക്കെ നൽകി വിങ്ങുന്ന കുരുന്നുകളുടെ മുഖത്ത് ചിരിവിടർത്താൻ ആവുന്നതെല്ലാം ചെയ്യുകയാണ് അധ്യാപകർ. വലിയ പ്രതീക്ഷയോടെ അവർ സ്കൂളുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 മാസത്തെ മധ്യവേനൽ അവധിക്ക് ശേഷം എല്ലാ കുരുന്നുകളും മന്ത്രിയുമായി മധുരം പങ്കിട്ട് സന്തോഷം പങ്കിടുകയാണ്. നമുക്ക് ചില കുസൃതി കുട്ടന്മാരുമുണ്ട്, അവരോട് ചോദിക്കാം വിശേഷങ്ങളൊക്കെ. എന്താ പറഞ്ഞേ മന്ത്രി? മധുരം നന്നായുള്ളോ? പേരെന്താ? ശരവൺ. കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? കിട്ടി. എന്നാ പേര്? അയാൻ. എവിടെ വീട്? ആനേറ. കൂട്ടുകാരൊക്കെ ഉണ്ടോ ഇവിടെ? നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ളവരാണോ? അടുത്തടുത്ത് വന്നിരിക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു കൊച്ചുമിടുക്കി എനിക്ക് വെൽക്കം ടു ക്ലാസ് റൂം എന്ന രീതിയിൽ എന്നെ സ്വാഗതം ചെയ്യാൻ ചെയ്ത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പഴയ പോലെയല്ല, അവർ വളരെ ആവേശത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഇരിക്കുന്നത്. തീർച്ചയായും അതിനനുസൃതമായ ഒരു അധ്യയന വർഷം നമുക്ക് ഈ വർഷം തുടർന്നും അവർക്ക് സമ്മാനിക്കണം. കുട്ടികളൊക്കെ നല്ല മര്യാദയുള്ള കുട്ടികളാണ്. ആദ്യത്തെ മര്യാദ ഉള്ളവരും അതുപോലെ തന്നെ ആണ്. തീർച്ചയായിട്ടും നമ്മളൊരു വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത് അതിൻ്റെ ഒരു തുടക്കം ഇങ്ങനെ ഒരു വളരെ നല്ല രീതിയിൽ തുടങ്ങാൻ സാധിച്ചു. ഒരു നല്ല ബിഗിനിങ് ഉണ്ടായി എന്നുള്ളതിലേറെ സന്തുഷ്ടിയുണ്ട്. അത് നമ്മളെപ്പോഴും കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളൊരു കുട്ടിയായി മാറും. സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ അതൊരു നൊസ്റ്റാൾജിയാണ്. അവർക്ക് ഇഷ്ടമുള്ളത് വിളിക്കട്ടെ. നമ്മുടെ ഒരു രീതി കണ്ടിട്ട് കുട്ടികൾ നമ്മൾ എന്ത് വിളിക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് സ്നേഹമുള്ളൂ. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ആദ്യമായി ഈ സ്കൂളിലെത്തി വിദ്യാർത്ഥികൾക്ക് മധുരം പങ്കുവെക്കാനായതിൻ്റെ സന്തോഷം മാധ്യമങ്ങളിലൂടെ പങ്കിടുകയാണ് അദ്ദേഹം. എന്തായാലും അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ഏറ്റവും സന്തുഷ്ടമായ ഒരു അധ്യയനമായിരിക്കും ഈ വർഷം ഉണ്ടാവുക. വിസ്മയങ്ങൾ ഒരു പുതുയുഗ പാഠശാലയാണിത്. അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ ഇവിടെ കാണാം. മാറ്റങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാകും പുതിയ സമ്പ്രദായം. വിദ്യാഭ്യാസ വകുപ്പിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളോടാണ് അദ്ദേഹം അത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ക്ലാസുകളിലെത്തി വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി അവരെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തത്. അതിനുശേഷം ഔദ്യോഗികമായ പ്രവേശനോത്സവത്തിൻ്റെ ചടങ്ങുകൾ ഏതാനും മിനിറ്റുകൾക്കകം ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അല്പസമയത്തിനകം ഈ സ്കൂളിലേക്ക് എത്തും. അദ്ദേഹത്തോടൊപ്പം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, ഗതാഗത മന്ത്രി സി.പി. ജോൺ, അതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവരെല്ലാവരും ഈ ചടങ്ങുകളുടെ ഭാഗമാകുന്നുണ്ട്. രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വലിയ പങ്കാളിത്തമാണ് ഈ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. ആജ്ഞ രവീന്ദ്രനുണ്ട് വിവരങ്ങളുമായി. ആജ്ഞയുള്ളത് കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെയും പ്രവേശനോത്സവത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ആജ്ഞ, അവിടുത്തെ കാഴ്ചകൾ എന്താണ്?
രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കളമശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അപ്പോൾ ഇവിടെ മന്ത്രി അബ്ദുൽ ഗഫൂറാണ് ഇവിടെ എത്തുക, വിദ്യാർത്ഥികളെ കാണാനും ഇവിടുത്തെ പ്രവേശനോത്സവ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യാനും മന്ത്രി അബ്ദുൽ ഗഫൂറാണ് എത്തുക. നമുക്ക് വേദിയിൽ കാണാം, വേദിയിൽ കുട്ടികൾക്കായി വർണ്ണാഭമായിട്ടുള്ള അന്തരീക്ഷമാണ് ഒരുക്കിയിരിക്കുന്ന. കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ പലരും ക്ലാസ് മുറികളിലാണ്, പലരെയും ഇങ്ങോട്ട് ഇരുത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് പുതിയ കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ പാരന്റ്സിനോടൊപ്പം വന്നിരിക്കുന്നുണ്ട്. പരിചയപ്പെടലിന്റെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട്, അങ്ങനെ അപരിചിതമായ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട്. അങ്ങനെ അതിൽ നിന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. ഏത് ക്ലാസ്സിലേക്കാ കുട്ടി? ഏത് ക്ലാസ്സിലേക്കാ? 1ാം ക്ലാസ്സിലേക്ക്. എന്താ പേര്? എയ്ബൻ. ഇവിടെ തന്നെയാണോ? UKG ഇവിടെ തന്നെയാണ്. അതെ. 1ാം ക്ലാസ്സിലേക്ക് പോവാണോ? പുതിയ കൂട്ടുകാരൊക്കെ കിട്ടുവോ? ആണോ? പഴയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ കൂടെ? ഈ ക്ലാസ്സിലുണ്ടോ? ഉണ്ട്. അപ്പോൾ രഞ്ജിത്ത്, ഇവിടെ നമുക്ക് നോക്കാം. ഈ അക്ഷരദീപം കൊളുത്തിക്കൊണ്ടാണ് ഈ സ്കൂളിൽ ഇതിന്റെ ഇനാഗ്രേഷൻ നടത്തുക. ഇത് മന്ത്രിയല്ല കൊളുത്തുക, ക്ലാസ്സിൽ വന്നിട്ടുള്ള 1ാം ക്ലാസ്സിൽ വന്നിട്ടുള്ള കുട്ടികളാണ് അക്ഷരദീപം കൊളുത്തുക. ഈ ടീച്ചേഴ്സ് തന്നെ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ തിരിയും ഇങ്ങനെ കൊളുത്തിയത് അക്ഷരദീപം എന്നുള്ള അക്ഷരത്തിൽ, സ്വരാക്ഷരത്തിൽ അധ്യയനം തുടങ്ങുന്നു. അങ്ങനെ ഈ പുതിയ കുട്ടികളെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും, അതുപോലെ സ്കൂൾ ബാഗുകൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ അധ്യയന വർഷം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്കൂൾ ബാഗുകളൊക്കെ നിരവധി സ്പോൺസർമാരാണ് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ നിരവധി ആളുകൾ ഉണ്ട്. ഇത് VHSC കൂടി ആയതുകൊണ്ട് +2 വരെയുള്ള കുട്ടികളാണ്. UKG, LKG മുതൽ +2 വരെയുള്ള കുട്ടികളാണ് നിലവിൽ ഇവിടെയുള്ളത്. നമുക്ക് കുട്ടികളൊക്കെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10 മണിയോട് കൂടി മന്ത്രി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ് മോള്? 1ിലോട്ടാണ്. എന്താ മോളുടെ പേര്? വൈഗ. 1ാം ക്ലാസ്സിലോട്ട്. LKG മുതൽ ഇവിടെയാണോ? ആണോ? ഓക്കെ. ഇവിടെ തന്നെയാണ്, അടുത്ത് തന്നെയാണ് അല്ലേ? ഈ സ്കൂളിൽ തന്നെയാണ്? സ്കൂളിൽ തന്നെയാണ്. LKG UKG പഠിച്ചു ഇവിടെ തന്നെയാണ്. ഇവിടെ 2 പേരിരിപ്പുണ്ടല്ലോ ഒരേ കളർ ഡ്രസ്സിൽ. എന്താ പേരെന്താ? ട്വിൻസ് അല്ല, വ്യത്യാസമുണ്ട്. ദിയാന്നും ദയാന്നുമാണ് പേര്. ഒരാള് 4ലേക്കും ഒരാൾ 6ലേക്കും. ഒരേപോലെയാണ് അവര് മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകുന്നത്. കുറച്ച് വലിയ പിള്ളേരും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. എന്താ പേരെന്താ? അൻസാർ. ഏത് ക്ലാസ്സിൽ? +2. എന്റെ +2. ജുബേർ. 12 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കില്ല? ഇല്ല, ഞാൻ +2 ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്ന ഞാൻ +1 ഇവിടെ തന്നെ. LKG മുതൽ ഇവിടെ. അപ്പോൾ പ്രവേശനോത്സവത്തിനുള്ള നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ദൃശ്യങ്ങൾ കാണാം. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. വാൽപ്പാറ ദുരന്തത്തിൽ 5 അധ്യാപകരെ നഷ്ടമായ ഒരു സ്കൂളുണ്ട് കേരളത്തിൽ. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂള്. എല്ലാ അർത്ഥത്തിലും പുത്തൻ തുടക്കമാണ്. ക്ലാസ് റൂമുകൾ നവീകരിച്ചു, കൂടുതൽ സൗകര്യമൊരുക്കി, സ്കൂളിൻ്റെ മുഖച്ഛായ മാറ്റി, അധ്യാപകർക്ക് പകരം പുതിയ അധ്യാപകർ വന്നു. മങ്കട ബ്ലോക്ക് തല പ്രവേശനോത്സവമാണ് പാങ് സ്കൂളിലുള്ളത്. CV അനുമോദുണ്ട്. അനുമോദ് ഒരിക്കലും മറക്കാനാവില്ല അവിടുന്ന് വിടവാങ്ങിയ അധ്യാപകരെയും മറ്റും. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഈ ഓർമ്മകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അതിജീവിക്കുകയും വേണമല്ലോ. അതിനുള്ള ശ്രമത്തിലാണോ ആ സ്കൂള്? രഞ്ജിത്ത്, ഒരു പുതിയ തുടക്കമാണ് ഈ സ്കൂളിനെ സംബന്ധിച്ച്. ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം കൊണ്ടും അടിമുടി മാറിയിരിക്കുകയാണ് സ്കൂളുള്ളത്. ഹെഡ് മാസ്റ്ററുടെ ചാർജുള്ള മാഷ് നമ്മുടെ കൂടെ ഉണ്ട്. മാഷെ, നല്ല തിരക്കാന്നറിയാം. എന്താണെങ്കിലും പുതിയൊരു തുടക്കത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? ഒരു പുതിയൊരു തുടക്കമാണ്. കുട്ടികളെ പരമാവധി ആനന്ദിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ ലക്ഷ്യം. എല്ലാം മറന്ന് കുട്ടികളെ പരമാവധി സന്തോഷിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് പ്രവർത്തനങ്ങളെല്ലാം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എല്ലാം മാറ്റിയിട്ടുണ്ട്. ഒരു പഴയതൊന്നും അവശേഷിക്കാത്ത രീതിയിൽ എല്ലാം ചുമർ ചിത്രങ്ങൾ മൊത്തം മാറ്റിയിട്ടുണ്ട്. സ്ട്രക്ചർ മൊത്തം മാറിക്കഴിഞ്ഞു ആ രീതിയിലേക്ക്. അങ്ങനെ എന്താണെങ്കിലും വേദനകളിലൊന്നും ഇല്ലാത്ത പുതിയ ഒരു ലോകത്തിലേക്കാണ് നമുക്ക് ഈ കാഴ്ചകൾ കാണാം. എന്താണെങ്കിലും സ്കൂളിൻ്റെ സ്ട്രക്ചറൊക്കെ അടിമുടി മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവിടെ നിർമ്മിക്കുന്നതൊക്കെ കണ്ടതാണ്. ഇവിടെ എല്ലാം പുതിയ ചിത്രങ്ങൾ, ഈ ക്ലാസ് റൂമുകളിൽ ഉണ്ടായിരുന്ന എഴുത്തുകളും എല്ലാം മാഞ്ഞ് കുട്ടികളെ സംബന്ധിച്ച് ഒരു പുതിയ സ്കൂളിലേക്ക് വരുന്ന പ്രതീതിയാണ് ഇവിടേക്ക് എത്തുമ്പോൾ ഉണ്ടാവുക. ഇവിടെ ക്ലാസ്സിലൊക്കെ കാണാം കുട്ടികളൊക്കെ തൊപ്പിയും ബലൂണും ഒക്കെ പിടിച്ച് മിടുക്കന്മാരും മിടുക്കികളായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവരോടൊക്കെ സംസാരിക്കാം. മക്കളെ, എങ്ങനെയുണ്ട് സ്കൂളിൻ്റെ? സൂപ്പറായിട്ടുണ്ടോ? എന്താണ് പുതിയ തൊപ്പിയെ കിട്ടിയിട്ടുണ്ട്? മോളുടെ പേരെന്താ?
എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? ചിത്രങ്ങളൊക്കെ കണ്ടോ? സ്കൂളില് ഇഷ്ടപ്പെട്ടോ? മിഠായി കിട്ടിയോ? ഇല്ല, തൊപ്പിയും ബലൂണേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? എന്താ മക്കളെ, എന്ത് തോന്നുന്നു സ്കൂളിൽ വന്നിട്ട്? ഇഷ്ടമായോ? ഏത് ചിത്രങ്ങളൊക്കെ കണ്ടോ പുറത്തുള്ള? ഈ മിഠായി ഉണ്ട്, ലഡു ഉണ്ട്, എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടിരുന്നതൊക്കെ ഇല്ല, കണ്ടിരിക്കാനോ? എന്താണ് ടീം? ഇത് ഗൈഡ്സ് ആണോ? മോട്ടോർ ഗൈഡ്സ് ആണോ? യൂണിഫോമാ? എന്താണ് ഇവിടെ വന്നിട്ട് തോന്നുന്നത് നമുക്കൊക്കെ? പുതിയ സ്കൂൾ പോലെ ഉണ്ട്. കഴിഞ്ഞ തവണത്തെ സ്കൂളിൽ നിന്ന് മാറിയോ? കുറെ ചിത്രങ്ങളൊക്കെ മാറിയില്ലേ? എന്തൊക്കെ മാറി ഇവിടെ? ക്ലാസ് റൂമൊക്കെ കുറെ മാറിയാ? ഇഷ്ടമായോ? പുതിയതാണോ പഴയതാണോ ഇഷ്ടം? പുതിയത് ഇഷ്ടമാണല്ലേ? മൊത്തം ചിത്രമൊക്കെ വരച്ച് സൂപ്പർ ആക്കിയിട്ടുണ്ട്. സ്കൂൾ വേറെ സ്കൂൾക്ക് വന്ന പോലെ ഉണ്ട്. ഇപ്പൊ വേറെ സ്കൂളിലേക്ക് വന്ന പോലെ ഉണ്ട് അല്ലേ? എന്താണ് മാലാഖമാര്, എന്താ പേര് നിങ്ങളുടെയൊക്കെ? നിങ്ങളൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സ്കൂളാണോ അത്? എന്തൊക്കെ മാറിപ്പോ? എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? എന്തൊക്കെ മാറി? നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റിയത്? ഒക്കെ മാറി അല്ലേ? ചിത്രങ്ങൾ വന്നു പുതിയത് അല്ലേ? എന്താണെങ്കിലും പുതിയ ഒരു സ്കൂളിലേക്ക് വന്ന പ്രതീതിയിലാണ് ഈ കുട്ടികളൊക്കെ തന്നെ. എല്ലാവർക്കും അനുമോദാണ് അവിടെ പാങ്ങ് സ്കൂളിലുള്ളത്. അവിടെയും അതിജീവനത്തിൻ്റെ കഥകൾ സ്കൂളിന് പറയാനുണ്ട്. അവർ എല്ലാ സംവിധാനങ്ങളും മാറ്റിക്കൊണ്ട് കുട്ടികളെ ഒരു പുതിയ ലോകത്തേക്ക് നയിക്കുകയാണ് അധ്യാപകർ. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. ബൈക്ക് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ സ്വദേശി അർജുൻ്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം സ്വദേശിക്കാണ് ഹൃദയം നൽകുന്നത്. സുമേഷ് മോറാഴ വിവരങ്ങളുമായി ചേരും. സുമേഷ്, വിവരങ്ങൾ എങ്ങനെയാണ്? എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമങ്ങളാണല്ലോ പുരോഗമിക്കുന്നത്. രഞ്ജിത്ത്, നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അവയവങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. കണ്ണൂർ ആശ്രം മിംസ് ആശുപത്രിയിൽ നിന്നാണ് ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 28-ാം തീയതി ഈ വാഹന അപകടത്തിൽ മരിച്ച MK അർജുനന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. ഇദ്ദേഹം ഈ ശ്രീകണ്ഠപുരം വളക്കൈ സ്വദേശിയാണ്. ഇയാൾ ഈ ഗുരുതര പരിക്കോടെ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹം ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. ഇന്നലെയാണ് ഇദ്ദേഹത്തിന് ഈ മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. ഉടൻ തന്നെ മാതാപിതാക്കൾ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ ഹൃദയം ഈ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയത്. റോഡ് മാർഗം കണ്ണൂർ DSC സെന്റർ മൈതാനത്ത് എത്തിച്ച ശേഷം അവിടുന്ന് എയർ ആംബുലൻസ് വഴിയാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. ഈ 48 വയസ്സുള്ള ഈ മലപ്പുറം സ്വദേശിക്കാണ് ഈ ഹൃദയം മാറ്റിവെക്കുന്നത്. കരൾ ഈ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. പിന്നീട് 2 വൃക്കകളാണുള്ളത്. ഈ 2 വൃക്കകളിൽ ഒന്ന് ഈ കണ്ണൂരുള്ള ആശ മിംസ് തന്നെ സൂക്ഷിക്കും. മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പോലീസിന്റെ എസ്കോർട്ട് വാഹനം ഉൾപ്പെടെ സജ്ജമാക്കിക്കൊണ്ടായിരുന്നു ഇത്തരം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. രഞ്ജിത്ത്, ശരി. സുമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ പ്രവേശനോത്സവം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. കുട്ടികളൊക്കെ സന്തോഷത്തിലും ദുഃഖത്തിലും ഉള്ള കുട്ടികളുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് മറ്റു വാർത്തകളുമായി ന്യൂസ് ട്രെൻഡ്സുമായി സൈറ്റിലേക്ക് വരാം. ഇടവേളയ്ക്ക് ശേഷം.